ONV സാറിൻ്റെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദ്, ഭാസ്കരൻ മാഷിൻ്റെ കരയുന്നു പുഴ ചിരിക്കുന്നു, അത് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീർ വലിയ പിടിവാശിക്കാരനാണ്. താമസമെന്തേ വരുവാൻ എന്ന് പറയുന്ന പാട്ട് യേശുദാസ് പാടി ശരിയാകാതെ വന്നപ്പോഴത്തേക്ക് അരയിലെ കത്തിയെടുത്ത് എന്തുമാത്രം ജനകീയനായ ദന്തഗോപുരവാസിയായ കവിയല്ല, ദന്തഗോപുരം തപസ്സിന് തിരിയും ഗന്ധർവ കവിയല്ല ഞാനെന്ന് വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നോട് ഒരിക്കൽ ഇതുപോലെ ചോദിച്ചു, അടുത്ത ജന്മം ആരായി തീരണോ? അപ്പം ഞാൻ പറഞ്ഞു യേശുദാസായിട്ട് ജനിക്കണമെന്ന്. ഇവരങ്ങനെയല്ല, അവർ ബേസിക്കായിട്ട് കവികളാണ്. ഇവരൊന്നും കവികളല്ലല്ലോ. സലീൽ ചൗധരി ട്യൂണൊക്കെ റെഡിമെയ്ഡാക്കി കൊണ്ടുവന്ന് വരി എഴുതി തരും, നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ ട്യൂൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞ് വയലാർ പിണങ്ങിപ്പോയി. ഈ വയലാറിനെയും ONVയൊക്കെ ഈ സവർണ എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞുള്ളൊരു ആക്ഷേപം പറയാറുണ്ട്. അത് ഒരു ശരിയായ ഒരു പ്രയോഗമാണോ അത്? അതൊരിക്കലുമല്ല. കാരണം ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുന്നത്, നാടൻ പാട്ടുകൾ പോലുള്ള ശൈലിയിൽ എഴുതിയിട്ടുള്ള ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്. വയലാർ എല്ലാവരും പാടത്ത് സ്വപ്നം വിതച്ചു, ഞാൻ എൻ്റെ പാടത്ത് സ്വപ്നം വിതച്ചു, സ്വർണം വിളഞ്ഞതും 100 മേനി, സ്വപ്നം വിളഞ്ഞത് 100 എന്നൊക്കെ എഴുതി. അത് കഥാപാത്രത്തിനനുസരിച്ച്. അവരൊന്നും ഒരിക്കലും ഒരു സവർണ ചിന്ത. വയലാറിൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. വയലാറിനെക്കുറിച്ച് ഞാൻ ഡോക്യുമെൻ്ററി എടുത്തിട്ടുള്ള ആളാണ്. എനിക്ക് മരണമില്ല എന്ന പേരിൽ 3-4 ഭാഗമായിട്ട്, 2 ഭാഗമായിട്ട് ഭാസ്കരൻ മാഷിനെ കുറിച്ചുള്ളതായിരുന്നു 4 ഭാഗം. വയലാർ മരിച്ചതിന് ശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ദൂരദർശന് വേണ്ടി, അന്ന് ദൂരദർശൻ തുടങ്ങിയ സമയത്ത് വേറെ ഒരു ചാനലും വന്നിട്ടില്ല, ഡോക്യുമെൻ്ററി എടുത്തു. അത് വയലാറിൻ്റെ വീട്ടിലൊക്കെ പോയി ഒരുപാട് കാലം 2-3 ദിവസം അവിടെയൊക്കെ താമസിച്ചൊക്കെയാണ് ഞാൻ എടുത്തത്. 2 ഭാഗങ്ങളായിട്ട് വന്നു. എനിക്ക് മരണമില്ല എന്നുള്ള പേരിലായിരുന്നു ആ ഡോക്യുമെൻ്ററി വന്നത്. അത് ഞങ്ങളവിടെ ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പണ്ട് അത്ര പ്രായമില്ല, അപ്പോഴേ കുറച്ച് പ്രായമായ സ്ത്രീയെ ഒരു സ്ലേറ്റ് കൊണ്ടുവന്നു. സ്ലേറ്റിൽ വയലാർ 4 വരികൾ കുറിച്ചിരിക്കുന്നു. ആ സ്ലേറ്റ് അവർ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വച്ചിരിക്കുകയാണ്. സ്ലേറ്റ് ഫ്രെയിം ചെയ്തതാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ലാമിനേറ്റ് പോലെ ചെയ്തിട്ട് ആ സ്ലേറ്റാണ് കൊണ്ടുവരുന്നത്. ഇത് സ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ മാഞ്ഞു പോകില്ലേ, അത് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത്? അത് വയലാർ, പിന്നെ കുട്ടേട്ടൻ എന്നാണ് അവരൊക്കെ വിളിക്കുന്നത്. കുട്ടേട്ടൻ വീട്ടിലടങ്ങിയിരിക്കില്ലല്ലോ, ഇവിടെ വന്നാൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. നടക്കുന്നത് ഏത് വീടാണെന്നൊന്നും അദ്ദേഹം നോക്കില്ല. ഏത് വീടായാലും അദ്ദേഹം പിന്നെ അവിടെ കയറും. ഒരു കുടിലാണെങ്കിലും അവിടെ കയറും. അവർ കൊടുക്കുന്ന പഴങ്കഞ്ഞിയാകട്ടെ, എന്ത് ഭക്ഷണമാകട്ടെ, അത് വളരെ അമൃത് പോലെ കഴിച്ചിട്ട് അവിടെ ചെന്ന് ചിലപ്പം വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയും, 4 വരി കവിത എഴുതി തരാൻ പറയും. അപ്പോഴെഴുതി കൊടുക്കുന്നതാണ് നോട്ട്ബുക്കിൻ്റെ താളുകളിൽ. അങ്ങനെ ഒന്നോ രണ്ടോ കിട്ടിയാൽ നമുക്ക് ചിത്രീകരിക്കാനായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. 1/2 മണിക്കൂർ കൊണ്ട് 10-30 എണ്ണം കുന്നുകൂട്ടും പോലെ അവിടെ വന്നു. അപ്പോൾ എന്തുമാത്രം ജനകീയനായ ദന്തഗോപുരവാസിയായ കവിയല്ല, ദന്തഗോപുരം തപസ്സിന് തിരിയും ഗന്ധർവ കവിയല്ല ഞാനെന്ന് വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അത്ര ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ കവിയോട് കൂടുതൽ ബഹുമാനം തോന്നുക, ബഹുമാനവും ആരാധനയും. ഇങ്ങനെയൊക്കെ ഉള്ളവരെ എങ്ങനെ സവർണ കവികളായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഇതൊക്കെ അറിയാത്ത ആൾക്കാരാണ് ഇതിനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഇത്രയും കാലത്തെ ഒരു ഗാന സഭയ്ക്കിടയിൽ ഏറ്റവും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു 5 പാട്ടുകൾ ഏതൊക്കെയായിരിക്കും? അത് തിരഞ്ഞെടുക്കുക പ്രയാസമാണ്. ഇപ്പോൾ എനിക്ക് 5 മക്കളുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ആരോടെന്ന് ചോദിച്ചാൽ, എങ്കിലും എനിക്ക് ഓരോരുത്തരുടെയും പറഞ്ഞാൽ വയലാറിൻ്റെ ചക്രവർത്തിനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. സാർ പാടാറുണ്ട്? ഇല്ല, പാടാനുള്ളൊരു കഴിവ് കിട്ടില്ല. എന്നോട് ഒരിക്കൽ ഇതുപോലെ ഒരു അഭിമുഖത്തിൽ ചോദിച്ചു, അടുത്ത ജന്മം ആരായി തീരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു യേശുദാസായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞു. ഈ ജന്മത്തിൽ സാധിക്കാത്തത് അടുത്ത ജന്മത്തെങ്കിലും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും ചക്രവർത്തിനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ONV സാറിൻ്റെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദ്, ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഭാസ്കരൻ മാഷിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. കരയുന്നു പുഴ ചിരിക്കുന്നു, അത് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അല്ലിയാമ്പൽ കടവിൽ എന്നരയ്ക്ക് വെള്ളം എന്ന റോസിയിലെ പാട്ട്, ശ്രീകുമാരൻ തമ്പിയുടെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്ന് പറയുന്ന വളരെ അന്വർത്ഥമായ പാട്ട്, യൂസഫ് അലി കേച്ചേരിയുടെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്ന് പറയുന്ന പാട്ട്,
അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് ഇങ്ങനെ പറയാൻ പറ്റില്ല, എത്ര പാട്ടുകൾ വേണമെങ്കിലും പറയാം. ബിച്ചുവേട്ടനും ഒരു കാലഗതിയെ മാറ്റിമറിച്ചൊരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ഇവരുടെയൊക്കെ ഞാൻ പറയാം, നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ വയലാറിൻ്റെ അല്ല ഈ 5 പേര് കഴിഞ്ഞാൽ പിന്നെ ബിച്ചു തിരുമല, പൂവച്ചൽ ഖാദർ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്നത് അവരുടെ പല്ലവി രസമായിരിക്കും. പല്ലവി ഇപ്പം വയലാറിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 പേരുടെ പല്ലവി പിന്നെ പാട്ടുകൾ അപഗ്രഥിച്ചാൽ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഉയർന്നു പോകും, മുകളിലോട്ട് പോകും. ഇവരങ്ങനെയല്ല. പിന്നെ ബിച്ചു തിരുമലയുടെയോ പൂവച്ചൽ ഖാദറിൻ്റെയോ അല്ലെങ്കിൽ അതിന് ശേഷം വന്നവരെ, അതായത് ഈ 1975 വയലാർ മരിച്ചതിന് ശേഷം, വയലാറിൻ്റെ മരണത്തിന് ശേഷം വന്ന ഈ ഗാനരചയിതാക്കളെല്ലാം പിന്നെ അവരുടെ ഒന്നുകിൽ പല്ലവി നല്ലതായിരിക്കും അല്ലെങ്കിൽ അനുപല്ലവി നല്ലതായിരിക്കും. പല്ലവി നല്ലതാണെങ്കിൽ അനുപല്ലവി മോശമായിരിക്കും, പിന്നെ ചരണം ഒട്ടും മോശമായിരിക്കും, വളരെ മോശമായിരിക്കും, ഒട്ടും നല്ലതായിരിക്കില്ല. അതേസമയം ഇവരുടെ അങ്ങനെയല്ല. ഇവരുടെ നോക്കൂ, ഓരോ വരികളും ഇപ്പം ചക്രവർത്തിനെ എടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ വരി വരെ അതിനകത്ത്, അതുപോലെ തന്നെ സന്യാസിനി എടുത്താൽ അവസാനത്തെ വരി വരെയും ഒന്നിനൊന്ന് മെച്ചമാണ്. അതാണ് എൻ്റെ കാര്യം. ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുകയാണ്. വാസ്തവത്തിൽ ഒരു വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ മനഃപൂർവ്വം പുതിയ തലമുറയിലായതുകൊണ്ട് പറയല്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ പാട്ട് എഴുതുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും എഴുതി തീർക്കാൻ ഒരു ശ്രമം നടത്തും. ഇവരങ്ങനെയല്ല. അവർ ബേസിക്കായിട്ട് കവികളാണ്. ഇവരൊന്നും കവികളല്ലല്ലോ. ഇവരൊക്കെ ഈ ഗാനരചയിതാവായി മാറിയ ശേഷം ഈ കവിയായ ഗാനരചയിതാവായ കവിയും വ്യത്യാസമുണ്ട്. ഇവരെല്ലാം ഗാനരചയിതാവായി മാറി പേരെടുത്തതിന് ശേഷം കവിത എഴുതി ആർക്കെങ്കിലും അയച്ചാൽ ഉടനെ കവിത വരും, അച്ചടിച്ച് വരും. കാരണം ആ പേരിൻ്റെ പുറത്ത്, മനസ്സിലായില്ലേ? പിന്നെ പക്ഷേ അവരൊന്നും ആ കവിതക്കൊന്നും ഒരു ഇതില്ല. പക്ഷേ ഇവരുടെ അങ്ങനെയല്ല. ഇവരുടെ ആ കവിതയായിരുന്നാലും ഇപ്പോൾ ONV സാർ അവസാന നിമിഷം വരെയും കവിത എഴുതുമായിരുന്നു. ഒന്നിനൊന്നും മികച്ച കവിതകൾ. സുഗതകുമാരി ടീച്ചർ ഗാനം എഴുതിയിട്ടില്ലെങ്കിലും ഇത്ര നല്ല കവിതകളാണ് എഴുതിയിട്ടുള്ളത്. അതാണ് എൻ്റെ വ്യത്യാസം. ഒരുപാട് റീമേക്കുകൾ വരുന്നുണ്ട് പഴയ പടം. അപ്പം അവസാനം നമുക്ക് പിന്നെ ഭാർഗവി നിലയം തന്നെ ആ പടം അതേ കണക്ക് തന്നെ വരുമ്പോൾ ചില പാട്ടുകൾ അതേ കണക്ക് തന്നെ നിലനിർത്തിയിരുന്നു. പിന്നെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാം മിക്കവാറും ഇപ്പോൾ സിനിമകളിലെല്ലാം തന്നെ പഴയ പാട്ടുകൾ. അല്ല, അതും അവിടെയും ഞാൻ പറയുന്ന പോയിന്റിലേക്കാണ് എത്തുന്നത്. കാരണം പുതിയ പാട്ട് സൃഷ്ടിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ്. ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്നാ താൻ കേസ് കൊടു എന്നൊരു പടം വന്നല്ലോ. അത് വളരെ പോപ്പുലറായ പടമാണ്. അതിൽ ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി എന്ന കാതോട് കാതോരത്തിലെ പാട്ട് അതേപടി എടുത്ത് ഉപയോഗിച്ചു. ആ പാട്ട് ആ സിനിമയിലും സൂപ്പർ ഹിറ്റായി മാറി. അപ്പോഴും നമ്മൾ ആലോചിക്കണം, ONV സാറും ഔസേപ്പച്ചനും കൂടെ സൃഷ്ടിച്ച പാട്ടാണ്. അതേസമയം അതിൽ ആടലോടകം ആടി നിൽക്കണ് എന്നൊരു പാട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അവരെന്തുകൊണ്ട് മറ്റേ പാട്ട് എടുക്കുന്നു? അതിനകത്തൊരു രചനാ സൗന്ദര്യമുണ്ട്, പിന്നെ ഒരു സംഗീതത്തിൻ്റെ മേന്മയുണ്ട്, പാടിയത് നല്ലതാണ്. അതുകൊണ്ട് അതേപടി എടുക്കുകയാണ്. ഇപ്പോൾ പിന്നെ പല പാട്ടുകളും അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ലൗഡ് സ്പീക്കറിലൊക്കെ പിന്നെ അല്ലിയാമ്പൽ കടവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് എന്നുള്ള പാട്ട് ജയരാജൻ്റെ ഒരു പടത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല പാട്ടാണ്. അതാണ് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം വരുന്നത്. ഈ പടം കണ്ടായിരുന്നു ഭാർഗവി നിലയത്തിൽ ആഷികപ്പൂ ചെയ്ത? കണ്ടു. പാട്ടൊക്കെ ആ റിമിക്സ് ചെയ്യപ്പോൾ അതിൻ്റെ ഇത് തനിമ നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അത് കാരണം ഭാർഗവി നിലയം എന്ന് പറയുന്നത് 60 വർഷമായി വന്നിട്ട്. ഒക്ടോബറിലായിരുന്നു അത് 60 വർഷം തികഞ്ഞത്. അതിലെ പാട്ടുകൾ ഏതാണ് മോശം? ഒന്നുമില്ല. ഒന്നിനൊന്നും മെച്ചമാണ്. അതിൽ പിന്നെ ഏകാന്തതയുടെ അപാരതീരം പലരും പറയും പോലെ ഭാസ്കരൻ മാഷ് പൂർണ്ണമായിട്ട് എഴുതിയൊരു പാട്ടല്ല അത്. അല്ല, അത് അവിടെ ചില വരികൾ കോറിയിട്ടിരുന്നു നോവലിൽ. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം വിൻസെൻ്റ് മാഷിന് അതൊരു പാട്ടാക്കി മാറ്റണം എന്നൊരാഗ്രഹം. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറഞ്ഞു, ഇതെല്ലാം കൂടെ എടുത്തൊരു ഗദ്യ കവിതയാക്കി തന്നാൽ MS ബാബുരാജ് ട്യൂൺ ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഗദ്യ കവിതയാക്കി കൊടുത്തു. എല്ലാ വരിയില്ല, കുറച്ച് വരികൾ. അപ്പം പിന്നെ ഇതൊരു പാട്ടിൻ്റെ ഫോമിലാക്കിയാൽ മാത്രമേ ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് MS ബാബുരാജ് തീർത്തു പറഞ്ഞു. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, അതിനെന്താ പിന്നെ ആലോചിക്കുന്നത്? ഇവിടെ നമുക്ക് ഒന്നാം തരം ഒരു ഗാനരചയിതാവ് കൂടെ ഉള്ളപ്പോൾ ഭാസ്കരൻ മാഷിനെ കൊണ്ട് അത് ഏകാന്തതയുടെ ഇപ്പം നമ്മൾ കേൾക്കുന്ന വരികൾ ആ ഒരു ഓർഡറിലാക്കി എന്ന് വെച്ചാൽ അതിനകത്ത് എഴുതി ചേർക്കുകയും ചിലത് വിട്ടുകളയുകയും ഒക്കെ ചെയ്തു. ഒരു റീറൈറ്റിംഗ് ഉണ്ടായി, റീകൺസ്ട്രക്ഷൻ ഉണ്ടായി. അതാണ് പിന്നെ MS ബാബുരാജ് ട്യൂൺ ചെയ്ത്. അപ്പോൾ അവിടെ ഗാനരചയിതാവിൻ്റെ പേരായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേര് കൂടെ വയ്ക്കണമെന്ന് ഭാസ്കരൻ മാഷ് വാശി പിടിച്ചു. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ വലിയ പിടിവാശിക്കാരനാണ്. അദ്ദേഹം ഈ പിന്നെ താമസമെന്തേ വരുവാൻ എന്ന് പറയുന്ന പാട്ട് യേശുദാസ് പാടി ശരിയാകാതെ വന്നപ്പോഴത്തേക്ക് അരയിലെ കത്തിയെടുത്ത് കുത്തി നിർത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം വാസമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഈ കെട്ടുകഥയാണോന്നും അറിഞ്ഞുകൂടാ.
എന്തായിരുന്നാലും യേശുദാസ് അപ്പോൾ പാടിയപ്പോൾ അത് ശരിയായെന്നും പറയുന്നു. അങ്ങനെ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഈ പടത്തിൽ ഒരു പിന്നെ ഗാനരചയിതാവേ ഉള്ളൂ, അത് പി ഭാസ്കരനാണ്. ഞാൻ തിരക്കഥാ സംഭാഷണം എന്നാണ് എൻ്റെ പേര് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും ഭാസ്കരൻ്റെ പേരിൽ തന്നെ അറിയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് ഉണ്ടാക്കിയത്. പാട്ട് എഴുതിയിട്ട് മ്യൂസിക് ചെയ്യുന്നതും മ്യൂസിക്കിനനുസരിച്ച് പാട്ട് എഴുതുന്നത്, അപ്പം അങ്ങനെ ഒരു പിന്നെ ശീലം വന്നത് എന്തെങ്കിലും തരത്തിൽ ഈ സംഗീതത്തെ മോശമാക്കിയിട്ടുണ്ട്? ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. സംഗീതത്തെ അല്ല, രചനയാണ് കൂടുതൽ മോശമാക്കിയത്. കാരണം അത് സലീൽ ചൗധരിയാണ് ആ രീതി തുടങ്ങി വയ്ക്കുന്നത്. ചെമ്മീനിലെ പാട്ടുകൾ എഴുതാതെ പിണങ്ങിപ്പോയ ആളാണ് വയലാർ രാമവർമ്മ. ചെമ്മീനിലെ പാട്ടുകൾ മലയാളത്തിലാരും വേണ്ട ഒരു പുതിയ സംഗീത സംവിധായകനെ കൊണ്ട് ചെയ്യണം. അതും അപ്പോൾ ഏറ്റവും പേര് കേട്ട സലീൽ ചൗധരിയെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം രാമകരിയേട്ടനോട് പറഞ്ഞതാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ബംഗാളും കേരളവുമായിട്ട് വലിയ അടുപ്പമുണ്ട്, ഒരു സാംസ്കാരിക ബന്ധം, പൊരുത്തമുണ്ട്. പിന്നെ നമ്മൾ രണ്ട് നാട്ടുകാരും ഉണ്ടുകൊടുക്കുന്നവരാണ്. ഇത് കടലിൻ്റെ കഥയായതുകൊണ്ട് കടലിൻ്റെ പശ്ചാത്തലം ഉള്ള രണ്ട് സ്ഥലത്തെ ആൾക്കാരാണ്. അപ്പോൾ വയലാർ തന്നെ പാട്ട് എഴുതണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമായിരുന്നു. അപ്പോൾ വയലാർ വന്നു, പിന്നെ സലീൽ ചൗധരി ട്യൂണൊക്കെ റെഡിമെയ്ഡാക്കി കൊണ്ടുവന്നു. വയലാർ വന്നു, എനിക്ക് പാട്ടെഴുതാൻ പറ്റില്ല, എനിക്ക് ട്യൂണ് തന്നിട്ട് പാട്ടെഴുതാൻ എനിക്ക് ശീലമില്ല, ഞാൻ വരി എഴുതി തരും, നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ ട്യൂൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞ് വയലാർ പിണങ്ങിപ്പോയി. അപ്പോൾ ONV കൊണ്ട് അത് എഴുതിക്കാം എന്നൊക്കെ പ്ലാനിട്ടു രാമകരിയാട്ട്, അല്ലെങ്കിൽ ഭാസ്കരൻ മാഷിനെ കൊണ്ട് എഴുതിക്കാം എന്നൊക്കെ പ്ലാനിട്ടു. കാരണം ഇവരെയൊക്കെ അടുപ്പമുണ്ട്. അല്ലെങ്കിൽ വയലാറിനെ തന്നെ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് വയലാറിനെ പിന്നെ രണ്ടാമത് ക്ഷണിച്ചു കൊണ്ടുവന്ന് വയലാർ വളരെ പെട്ടെന്ന് എഴുതി തീർത്തതാണ് ഈ നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടും. ട്യൂണിട്ടിട്ട് ട്യൂണിനനുസരിച്ച് എഴുതിയതാണ്. വാസ്തവത്തിൽ അതാണ് അതിൻ്റെ ഒരു തുടക്കം. പിന്നീട് വയലാർ സലീൽ ചൗധരിയുടെ തന്നെ ഒരുപാട് ട്യൂണുകൾക്ക് വേണ്ടി പാട്ടെഴുതി. പിന്നെ തുലാവർഷം, പിന്നെ ഒരുപാട് രാസലീല, ഒരുപാട് പടങ്ങൾ. അത് കഴിഞ്ഞ് വയലാറിൻ്റെ മരണശേഷം അതിനുമുമ്പ് തന്നെ ONV സാറും സലീൽ ചൗധരി ഒരുമിച്ചു. പിന്നെ സലീൽ ചൗധരി ONV സാറ് സലിൽദ എന്നാണ് ONV സാർ പറയുന്നത്. കാരണം അവർക്കൊക്കെ വേറൊരു ആത്മബന്ധവും കൂടെയുണ്ട്. അവരെല്ലാം ഇടതുപക്ഷ ചിന്താഗതിക്കാരും കൂടെയാണ്. സലീൽ ചൗധരി ആയിരുന്നാലും MP ശ്രീനിവാസനായിരുന്നാലും ONV സാറായിരുന്നാലും അവരൊക്കെ. കാരണം അങ്ങനെ പിന്നീട് അവർ ഒരുമിക്കുകയും അങ്ങനെ എഴുതി. പക്ഷേ ONV സാറൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പാട്ട് പോലും നമുക്ക് ഈ ട്യൂണിട്ടിട്ടാണ് എഴുതിയെന്ന് തോന്നുന്നു. കാരണം പല പാട്ടുകളും നമുക്ക് ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പിന്നീട് വന്ന ശ്യാം, KJ ജോയി ഇവരൊക്കെ ഒരു കൃത്രിമത്തിൻ്റെ ഒരു ശൈലി കൂടെ ഉണ്ട് അവർക്ക്, അവരുടേതായ ശൈലി. എല്ലാ പാട്ടുമല്ല, ചില പാട്ടുകളിൽ. അപ്പോഴാണ് അവിടെ പാട്ടുകൾ വെറും ഈ എന്താ പറയുക യാന്ത്രികമായിട്ട് നിരത്തേണ്ടി വരുന്നത്. അത് ഈ അതിനുശേഷം വന്ന പിന്നെ ഗാനരചയിതാക്കൾക്ക് കവിത്വസിദ്ധി കുറവായതുകൊണ്ടും ആണ് അങ്ങനെ എഴുതേണ്ടി വരുന്നത്. മറ്റത് രണ്ട് വാക്കുകൾ കൂട്ടിത്തരുമ്പോൾ മൂന്നാമതുണ്ടാകുന്ന വാക്കല്ല നക്ഷത്രമാണെന്ന് പറയും പോലെ ഇവരെല്ലാം വാക്കുകൾ എഴുതുമ്പോൾ അതിൻ്റേതായൊരു സൗന്ദര്യം ഉണ്ടാവും. അവരെഴുതുമ്പോൾ അങ്ങനെയല്ല. പുതിയ ആൾക്കാരെഴുതുമ്പോൾ, പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ വയലാറിന് ശേഷം അല്ലെങ്കിൽ ഭാസ്കരൻ മാഷിന് ശേഷം അല്ലെങ്കിൽ ONV സാറിന് ശേഷം വന്ന അത് എഴുതുമ്പോൾ ആ ഒരു പഴയ പോലെ ഒരു മറ്റേ പിന്നെ കാവ്യ ഭംഗി നഷ്ടപ്പെടും. എന്നാലും ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഉണ്ട്. ഇപ്പം ശ്യാമിൻ്റെ സംഗീതത്തിൽ, പിന്നെ KJ ജോയിയുടെ സംഗീതത്തിൽ, ഇപ്പോൾ പിന്നെ വന്നപ്പം രവീന്ദ്രനായിരുന്നാലും ജോൺസനായിരുന്നാലും എല്ലാവരും അങ്ങനെയാണ് ചെയ്തത്. അവർക്കതാണ് എളുപ്പം. കാരണം അവർക്കൊരു റെഡിമെയ്ഡ് ട്യൂൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഒരു വേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ. എൻ്റെ കൂടെ ജോൺസൺ മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ചോദിച്ചു എഴുതി ട്യൂൺ ചെയ്യണ സുഖം. കാരണം ദേവരാജൻ മാഷിൻ്റെ കളരിയിൽ പഠിച്ച ആളാണ് പിന്നെ ജോൺസൺ മാസ്റ്റർ. അദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു സ്വകാര്യമായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ട്, ഞാൻ വല്ലാതെ വട്ടം കറങ്ങിയ ഒരു അവസരമുണ്ട്. ഞാൻ ചോദിച്ചു അത് നസീമ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാഷ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ എന്ന വരികൾ എഴുതി കിട്ടിയപ്പോൾ എന്നിട്ടും എന്ന് പറഞ്ഞാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം എങ്ങനെ വന്നു, അത് എന്തുകൊണ്ട് ഭാസ്കരൻ മാഷ് അങ്ങനെ എഴുതിയത് ശരിയാണോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ചു. എങ്ങനെ അത് ട്യൂൺ ചെയ്യും എന്ന് ആലോചിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നത് അതിൻ്റെ പിന്നുള്ള വരികൾ വായിച്ചപ്പോഴാണ് അതിൻ്റെ പൊരുൾ മനസ്സിലായത്. അത് തുടക്കമാണെങ്കിലും പിന്നീടുള്ളതെല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ. എന്തുകൊണ്ടാണ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാനുള്ള ന്യായം ആണ് പിന്നീടുള്ള വരികൾ കണ്ടെത്തിയിരിക്കുന്നത് ഭാസ്കരൻ മാഷ്. അത് പിന്നീട് ഇപ്പം നമ്മൾ കേൾക്കുന്ന രീതിയിൽ ട്യൂൺ ചെയ്യുകയായിരുന്നു. അത് പാടി വന്നപ്പം വളരെ മനോഹരമായ ഒരു പാട്ടായി മാറുകയും
വളരെ പോപ്പുലർ ആവുകയും ചെയ്തു എന്ന് ജോൺസൺ മാഷിയാണ് പറഞ്ഞത്. കവി സ്വതന്ത്രനല്ലല്ലോ. അത് ഗാനരചയിതാവ് ആ സ്പേസിനുള്ളിൽ അവർക്ക് നിന്ന് എഴുതേണ്ട അല്ല, ഗാനരചയിതാവേ സ്വതന്ത്രനല്ല. കവിക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും നോക്കണ്ട, അദ്ദേഹത്തിന് സ്വന്തം ആശയം. ഇപ്പം പിന്നെ ഇന്നാൾ നമ്മുടെ ദുരന്തം ഉണ്ടായി. അപ്പോൾ ആ വയനാട് ദുരന്തം ഉണ്ടായി. ആ വയനാട് ദുരന്തത്തെക്കുറിച്ച് കവിത എഴുതണമെങ്കിൽ സ്വതന്ത്രമായിട്ട് എഴുതാം. പക്ഷേ വയനാട് ദുരന്തത്തെക്കുറിച്ച് ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്കകത്ത് സംവിധായകനും തിരക്കഥാകത്തും നിർദ്ദേശിക്കുന്ന ആ സ്പേസിനുള്ളിൽ നിന്നുകൊണ്ട് പാട്ട് എഴുതാൻ പറ്റും. അവിടെയാണ് ഈ പിന്നെ ഗാനരചയിതാവ് സ്വതന്ത്രനല്ല എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്, അല്ലേ? കഥാപാത്രത്തിന് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പോഴും കവിത്വം ഉള്ളവർക്ക് മാത്രമേ കവിത്വമുള്ളവർക്ക് കൂടുതൽ നന്നായിട്ട് എഴുതാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞ ഒരു വലിയ ഒരു ആശയത്തോടു കൂടിയാണ് ഞാൻ ഈ അഭിമുഖം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഇന്നത്തെ എഴുത്തുകാർക്ക് ഈ ഇങ്ങനെയുള്ള ഒരു നല്ല വിമർശകനെ ആവശ്യമുണ്ട്. ആ കാലത്താണ് ഇപ്പം ജീവിക്കുന്നത്. കാരണം അവർ നന്നാക്കാനായിട്ട് പഴയ പേനയും അവരിൽ നിന്ന് നല്ല പാട്ട് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് സാറ് വീണ്ടും തൂലിക ചലിപ്പിക്കണം. അല്പം രക്തം പൊടിഞ്ഞാലും വേണ്ടിയില്ല, ഇവിടെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാർച്ച് 3-ം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം അത് കൊടുത്തു കഴിഞ്ഞു. അത് പിന്നെ മാർച്ച് 3-ം തീയതി അമ്മാവൻ്റെ ജീവചരിത്രം അതൊരു പേരിട്ടോ പേര് വെളിപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കാരണം അത് മാത്രമല്ല, അതൊരു നിമിത്തമാണ്. സാഹിത്യവാരഫലം മാതൃഭൂമി ബുക്സ് 6 വോളിയങ്ങളായിട്ട് മുഴുവൻ ഇറക്കി. അത് വലിയ പുസ്തകം എനിക്ക് അവർ തന്നു ഫ്രീ ആയിട്ട്. അത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന അടുത്തിടെ മാതൃഭൂമി ബുക്സുകൾ പോയപ്പോൾ പറഞ്ഞ് ആ പുസ്തകം പോലും ഇപ്പോൾ ഭയങ്കരമായിട്ട് വിറ്റുപോകുന്നു. അതെ, അതാ പറഞ്ഞ വായന നശിക്കുന്നു അല്ലെങ്കിൽ വായന ഇല്ലാതാന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നുള്ളത്. ഇതിന് 1969 അദ്ദേഹം മലയാള നാട്ടിൽ സാഹിത്യവാരഫലം തുടങ്ങുന്നത്. 69 മുതൽ 2006 മരിക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് സാഹിത്യവാരഫലമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 6 വോളിയം 7500 രൂപ വില, 4000 എത്ര രൂപയാണ് അതിന് പ്രീ പബ്ലിക്കേഷൻ. എന്നിട്ട് പോലും ആവേശപൂർവ്വം ആളുകൾ വാങ്ങിച്ചു. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലഘു ജീവചരിത്രം എഴുതി കൊടുക്കാനായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ടവരെന്നോട് പറയും. ഞാനൊന്ന് എഴുതി കൊടുക്കും ലഘു ജീവചരിത്രം. അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു അത് നന്നായിട്ടുണ്ട്, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണ ജീവചരിത്രം ഒരു പുസ്തകമാക്കി നമുക്ക് ഇറക്കിക്കൂടാ. അപ്പോഴാണ് എനിക്കും ആ ആശയം തോന്നുന്നത്. പിന്നീട് ഒരു 8-10 മാസം അതിൻ്റെ പിന്നിലായിരുന്നു. അത് പിന്നെ എഴുതി. അത് കാരണം ഒരുപാട് പിന്നെ വിവരങ്ങൾ ലഭ്യമല്ല. ഈ വാരഫലം മുഴുവൻ വായിച്ചാൽ പോലും നമുക്ക് ലഭ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം നമ്മളെല്ലാവരും 2-3 സ്കൂളിൽ പഠിച്ചപ്പോൾ അദ്ദേഹം 12ഓളം സ്കൂളിൽ പഠിച്ചു. 12ഓളം സ്കൂളിൽ പഠിച്ചു. ഈ തിരുവനന്തപുരത്തെ LMS സ്കൂളിൽ പോലും പഠിച്ചിരിക്കുന്നു. LMS സ്ഥലത്തുള്ള സ്കൂളിൽ പോലും പഠിച്ചിരിക്കുന്നു. വളരെ ഒരുപാട് ഒരേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. എൻ്റെ അമ്മയുടെയും അച്ഛൻ ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം ആരെയും വകവയ്ക്കാത്ത ഒരാളായിരുന്നു. അപ്പം അവിടെ അന്ന് മേലുദ്യോഗസ്ഥരെ ധിക്കരിച്ചാൽ ഉടൻ ട്രാൻസ്ഫർ വരും. അന്ന് ഇന്നത്തെ പോലെ യൂണിയനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണയോ ഒന്നും ഇല്ലായിരുന്നു. ഉടനെ പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഈ കുട്ടികളെ പോയി അവിടെ സ്കൂളിൽ ചേർത്തൊക്കെ പഠിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു കൗതുകം തോന്നും ഇത് കാണുമ്പം തന്നെ. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടെത്തിയാണ് അത് എഴുതി കൊടുത്തിരിക്കുന്നത്. അത് മാർച്ചിൽ ഇറങ്ങും, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും അമ്മാവൻ്റെ അനുഗ്രഹം ആ എഴുത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അമ്മാവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. കാരണം ഞാൻ വളരെ ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ചില പിന്നെ എന്താ പറയുന്നത്, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ ചായ കൊണ്ട് കൊടുക്കാനൊക്കെ പലപ്പോഴും അനുഭവം വന്നിട്ടുണ്ട്. ചില വലിയ സാഹിത്യകാരന്മാർ, ഇപ്പം ചങ്ങമ്പുഴ അല്ലെങ്കിൽ വേറൊരാൾ, ഇപ്പം ഇങ്ങനെ ഇവരെയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ ശങ്കരക്കുറുപ്പ് മാഷിനെയൊക്കെ നേരിട്ട് കാണുന്നത് അമ്മാവൻ്റെ വീട്ടിൽ വെച്ചാണ്. കുഞ്ഞിരാമൻ നായർ, കുഞ്ഞിരാമൻ നായർ, അങ്ങനെ ഒരുപാട് പേരെ. അപ്പോൾ അവരൊക്കെ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെ ശരിക്കും പിന്നെ ഇതൊക്കെ ഞാനൊരു വായിക്കാനുള്ളൊരു പിന്നെ ഇത് തുടങ്ങുമ്പോൾ ഇവരെയൊക്കെ നമുക്ക് ആരാധനാപാത്രങ്ങളാണ്. ഇവരുടെയൊക്കെ ആ രചനകൾ വായിച്ച് അപ്പോൾ ഇവരെ നേരിൽ കാണുമ്പോൾ എന്തോ ഒരു വലിയ നിധി കിട്ടിയ ഒരു അനുഭൂതിയാണ്. അതിനൊക്കെ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം. ഞങ്ങളും ആ പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായും. അപ്പം താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ശരി, സന്തോഷം.